അമേരിക്കയുടെ വിദേശ നയങ്ങളെയും സൈനിക ഇടപെടലുകളെയും രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ്. ആഗോള ഊർജ്ജ സ്രോതസ്സുകളുടെ നിയന്ത്രണം പിടിച്ചെടുക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നതെന്നാണ്. വെൻസില, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ അമേരിക്ക നടത്തുന്ന ഇടപെടലുകൾക്ക് പിന്നാലെ, അതായത് ഇതിന് പിന്നിലെ പ്രധാന ലക്ഷ്യമെന്ന് എടുത്തു പറയേണ്ടത് അവിടുത്തെ എണ്ണ സമ്പത്ത് കൈക്കലാക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ്. അതായത് ലോക ഊർജ വിപണിയിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാൻ US ഏതറ്റം വരെയും പോകും എന്നാണ് ലാവ്റോവ് ചൂണ്ടിക്കാട്ടുന്നത്. പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായ രാജ്യങ്ങളെ, ഭരണകൂടങ്ങളെ അട്ടിമറിക്കുവാനോ ഭരണാധികാരിയെ ഇല്ലാതാക്കാനോ പോലും അമേരിക്കയ്ക്ക് യാതൊരുവിധ മടിയുമില്ല. സ്വന്തം സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി അമേരിക്ക അധികാര രാഷ്ട്രീയമാണ് പ്രയോഗിക്കുന്നത്. ഏതായാലും റഷ്യൻ സ്റ്റേറ്റ് ടെലിവിഷന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു റഷ്യൻ വിദേശകാര്യമന്ത്രി തങ്ങളുടെ നയം വ്യക്തമാക്കി. അതായത് അമേരിക്കയുടെ ചെയ്തികളെ കുറിച്ച് അദ്ദേഹം വ്യക്തമായി വെട്ടിത്തുറഞ്ഞ് സംസാരിച്ചത്. അമേരിക്ക സ്വന്തം ക്ഷേമത്തിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നതെന്നും പ്രകൃതി വിഭവങ്ങളുള്ള രാജ്യങ്ങളെ, ഭരണാധികാരികളെ അട്ടിമറിക്കുകയും തട്ടിക്കൊണ്ടു പോകലും അല്ലെങ്കിൽ കൊലപാതകങ്ങൾ എന്നിങ്ങനെ ഏത് മാർഗത്തിലൂടെയും, ഏത് നീചമായ മാർഗത്തിലൂടെയും ഒതുക്കി തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് അവർ തയ്യാറാകുന്നതെന്നും അദ്ദേഹം പറയുന്നു. US ഇപ്പോൾ തങ്ങളുടെ ലക്ഷ്യങ്ങൾ മറച്ചുവെക്കുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആഗോള ഊർജ വിപണിയിൽ അമേരിക്ക ഒരു ആധിപത്യ സിദ്ധാന്തം പിന്തുടരുകയാണ് എന്നും പ്രധാന വിഭവങ്ങൾക്ക് മേൽ തങ്ങളുടെ നിയന്ത്രണം വിപുലീകരിക്കാൻ ശ്രമിക്കുകയാണ് എന്നും അദ്ദേഹം വാദിക്കുകയാണ്. ഇത്തരമൊരു സമീപനം അന്താരാഷ്ട്ര നിയമങ്ങളെ തകർത്തെറിയുന്നു എന്ന് മാത്രമല്ല, ആഗോള കാര്യങ്ങൾ സ്ഥാപിത നിയമങ്ങളെക്കാൾ ഉപരിയായി കരുത്തിന്റെ അടിസ്ഥാനത്തിലാണ് രൂപപ്പെടുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും ഏറ്റുമുട്ടലിനേക്കാൾ ചർച്ചകൾക്ക് മുൻഗണന നൽകണം എന്നാണ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് US-ന്റെ നയതന്ത്ര സമീപനത്തെ മുതിർന്ന റഷ്യൻ നയതന്ത്രജ്ഞർ വിമർശിച്ചത്. കരാറുകളിൽ നിന്നും US പിന്മാറുന്നതായും അദ്ദേഹം കുറ്റപ്പെടുത്തി. മാറിക്കൊണ്ടിരിക്കുന്ന അമേരിക്കൻ നയങ്ങളിൽ നിന്നാണ് പലപ്പോഴും പിരിമുറുക്കങ്ങൾ ഉണ്ടാകുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ഉക്രൈൻ സംഘർഷം, യൂറോപ്പുമായുള്ള ഊർജ തർക്കങ്ങൾ എന്നിവയ്ക്ക് ഉൾപ്പെടെയുള്ള വിശാലമായ പ്രശ്നങ്ങളുമായി അദ്ദേഹം ഈ വിഷയത്തെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. റഷ്യൻ ഊർജത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ സഖ്യകക്ഷികളെ അമേരിക്ക പ്രേരിപ്പിക്കുന്നത് കൊളോണിയൽ കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന നയങ്ങളാണെന്ന് അവർ പിന്തുടരുന്നതും. എന്തായാലും US ഇറാൻ സംഘർഷം ലഘൂകരിക്കുന്നതായി പാകിസ്ഥാനിൽ പുതിയ നയതന്ത്ര ശ്രമങ്ങൾ നടന്നു വരുന്ന സാഹചര്യത്തിലാണ് ലാവ്റോവിന്റെ ഈ പരാമർശങ്ങൾ വരുന്നത് എന്ന കാര്യം ശ്രദ്ധേയവുമാണ്.